അപ്പോൾ നമ്മുടെ ബൈക്കിന്റെ പുതിയ എക്സോസ്റ്റ് നോട്ട് കേട്ടല്ലോ നമ്മൾ മാറ്റി. അപ്പോൾ അതിന്റെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇതാണ് നമ്മൾ പുതിയതായിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ പവർ റേഞ്ചിന്റെ എക്സോസ്റ്റ്. പവർ റേഞ്ച് അതിന്റെ സൗണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇതിന്റെ ഡി ബി കില്ലർ ഞാൻ ഊരി വെച്ചിരിക്കുകയാണ്. അതൊക്കെ കാണിച്ചാൽ അതൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന്റെ ഡി ബി കില്ലർ അല്ലെങ്കിൽ എനിക്കൊന്ന് ഇത് അവർ ആ ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതിന്റെ കീ ചെയിനും ഒരു എനിക്കാണ് അതിൻ്റെ ഒരു സ്റ്റിക്കറും പിന്നെ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ്. ഹാൻഡിൽ ഓൾറെഡി നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. ഉണ്ടാ അതെ, വണ്ടി കഴുകിയിട്ടില്ല, കഴുകണം. എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ടാലോ? അതെ, കേൾക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ഡി ബി കില്ലർ ഇല്ലാതെയാണ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഊരാൻ പോകുന്നത് അല്ലേ? അതെ. എന്താ അതിന്റെ പേര്? ഇതിന്റെ സൗണ്ട് കൺട്രോൾ ചെയ്യുന്നതാണ് ഡി ബി കില്ലർ. അപ്പോൾ നമുക്ക് അത്ര സൗണ്ട് വേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഊരിയതിന് ശേഷം ഈ സാധനം അല്ലേ, ഈ സാധനം ഉള്ളിൽ വയ്ക്കുക. എന്നിട്ട് ഈ സ്ക്രൂ ഇടുക. ആൾ മാറി, പണിയുടെ ആൾ മാറിയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയർ കം നടക്കുന്നങ്ങനെ വെച്ചതിന് ശേഷം സൗണ്ട് ഞാനാ വെച്ചേട്ടാ. അപ്പോൾ നമ്മളത് വെച്ചിട്ടുണ്ട്, അത് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഊരിട്ടോ അത് കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾ പറയണം ഇത് വെച്ചിട്ടാണോ ഇത് വെക്കാതെയാണോ നല്ലതെന്ന് പറയട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ എന്നാൽ? നമ്മുടെ ഇന്നത്തെ വീഡിയോ. പക്ഷേ ഇത് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം സൗണ്ട് ക്ലിയർ ആവുന്നുള്ളത്. ചിലപ്പോൾ ഹെഡ്സെറ്റ് വെച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ആ സാധനം വയ്ക്കാതെയും വച്ചിട്ടുമുള്ള ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, വച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയതുണ്ടായിരുന്ന സൗണ്ടിനേക്കാൾ കുറച്ചുകൂടി എന്താ പറയാ ബാസ് കൂടി എന്ന് പറയില്ലേ, അങ്ങനെ തോന്നി. അത് നമ്മുടെ പഴയ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അഭിപ്രായം പറയൂ. ബൈ.